തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFന് തിളക്കമാർന്ന വിജയമാണുണ്ടായത്. ആ വിജയത്തിന്റെ മാറ്റു കുറയ്ക്കുന്ന, അതിനെ കളങ്കപ്പെടുത്തുന്ന ഒരു രീതിയാണ് പിന്നീട് അധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ, ഉപാധ്യക്ഷന്മാരെ തെരഞ്ഞെടുത്തപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. കോർപ്പറേഷൻ മേയർമാരെയും ഡെപ്യൂട്ടി മേയർമാരെയും മുനിസിപ്പൽ ചെയർമാൻമാരെയും വൈസ് ചെയർമാൻമാരെയും പഞ്ചായത്ത് പ്രസിഡന്റ് വൈസ് പ്രസിഡന്റുമാരെയും തെരഞ്ഞെടുത്ത രീതി ആ തദ്ദേശ സ്ഥാപനങ്ങളുടെ അതിൻ്റെ പദവിയെ താഴ്ത്തിക്കെട്ടുന്ന, അതിൻ്റെ വിലയിടിച്ചു കളയുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത് എന്ന് പറയാതിരിക്കാനാവില്ല. നമുക്കറിയാം, കോൺഗ്രസ് പോലൊരു ജനാധിപത്യ പാർട്ടി അല്ലെങ്കിൽ UDFലെ ഘടകകക്ഷികളെ പോലെ ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടികളിൽ സ്ഥാനാർത്ഥിത്വത്തിന് തർക്കമുണ്ടാകുന്നത് പോലെ വിജയിച്ചു വന്നവർ അധികാര സ്ഥാനങ്ങൾ ആഗ്രഹിക്കുക എന്നതൊരു സ്വാഭാവികതയാണ്. എന്നാൽ എല്ലാവരെയും അത്തരം പദവികളിലേക്ക് നമുക്ക് എത്തിക്കാനോ എല്ലാവരെയും തൃപ്തിപ്പെടുത്താനോ കഴിയുന്ന ഒരു സാഹചര്യം ഒരു പാർട്ടിക്കകത്തുമില്ല. അതിനാണ് ഒരു പാർട്ടിയോ ഒരു മുന്നണിയോ ഒക്കെ ഈ കാര്യത്തിൽ ഒരു പൊതുവായ മാനദണ്ഡം സ്വീകരിക്കുന്നത്. ആ മാനദണ്ഡം വെക്കുന്നത് തന്നെ പദവികളിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ഒരു യോഗ്യതയുടെയും ഒരു മാനദണ്ഡത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കണം എന്ന് തീരുമാനിക്കുന്നത്. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കഴിഞ്ഞ 6 തെരഞ്ഞെടുപ്പുകളിലും കണ്ടുവന്ന ഒരു പ്രവണത, പ്രത്യേകിച്ച് കോൺഗ്രസിലും UDFലുമൊക്കെ കണ്ടുവന്ന ഒരു പ്രവണത, സ്ഥാനമാനങ്ങൾ ഒരു മാനദണ്ഡവുമില്ലാതെ വീതം വെക്കുന്നു എന്നുള്ളതാണ്. അത്തരം വീതം വെപ്പുകൾ 5 വർഷത്തെ ഭരണത്തെ 5 വർഷ കാലാവധിയെ അത് 1 വർഷവും 2 വർഷവും 2.5 വർഷവും 6 മാസം വരെ ടേം നിശ്ചയിച്ച് ആളുകൾക്ക് കൊടുക്കുന്നു, ടേം നിശ്ചയിച്ച് പദവികൾ കൊടുക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഈ ഭരണകാലഘട്ടത്തിലൂടെ നിരന്തരമായി പ്രസിഡന്റുകളെയും വൈസ് പ്രസിഡന്റുമാരെയൊക്കെ രാജിവെപ്പിച്ച് വീണ്ടും വീണ്ടും തെരഞ്ഞെടുക്കേണ്ടി വരുന്ന ഒരു ദുരവസ്ഥ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ടായിരുന്നു. കേവല ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ ആ വ്യവസ്ഥിതി പാലിക്കാൻ കഴിയാത്ത സാഹചര്യം, ഇങ്ങനെ തെറ്റായ പ്രവണത, തെറ്റായ രീതി നടപ്പിലാക്കിയതിന്റെ ഒരുപാട് പ്രശ്നങ്ങൾ കോൺഗ്രസും UDFും ഒക്കെ നേരിടുന്നുണ്ടായിരുന്നു. അതിനൊരു പ്രതിവിധി എന്ന നിലക്കാണ്, അതിനൊരു പരിഹാരം എന്ന നിലക്കാണ് ഈ തെരഞ്ഞെടുപ്പ് അവസാനിച്ചപ്പോൾ KPCC ഒരു മാനദണ്ഡം പുറപ്പെടുവിച്ചത്. നമുക്കറിയാം, കോൺഗ്രസിനകത്ത് വ്യത്യസ്തങ്ങളായ താല്പര്യങ്ങൾ വളരെ കൂടുതലാണ്. നിരവധി ഗ്രൂപ്പുണ്ട്, A ഗ്രൂപ്പും I ഗ്രൂപ്പും അതുപോലെ 3-ാം ഗ്രൂപ്പും. മാത്രമല്ല, ഗ്രൂപ്പിനകത്ത് തന്നെ പല നേതാക്കന്മാരും അവരുടേതായ വേറെ ഗ്രൂപ്പുകളും ഉണ്ടാക്കി ഗ്രൂപ്പുകളും ഉപഗ്രൂപ്പുകളുമായി എല്ലാം പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി. ഇപ്പോൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ നമുക്കറിയാം, വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടാണ് സ്ഥാനാർത്ഥികളെയൊക്കെ അന്തിമമായി പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. ഊണും ഉറക്കവും ഉപേക്ഷിച്ചിരുന്ന് ചർച്ച നടത്തിയിട്ടാണ് അവസാനം രമ്യതയിലും സമവായത്തിലുമൊക്കെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ജയിച്ചു വരുന്ന ആളുകൾക്കെല്ലാം ഏത് സ്ഥാനത്തും ഇരിക്കാൻ യോഗ്യതയുണ്ട്. അങ്ങനെ എല്ലാവരും അങ്ങനെ ആഗ്രഹിക്കുകയും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുമ്പോൾ അത് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഏറ്റവും അർഹതപ്പെട്ടവർ തന്നെ ആ സ്ഥാനത്തേക്ക് വരുന്നതിന് വേണ്ടിയാണ് ഒരു മാനദണ്ഡം പുറപ്പെടുവിക്കുന്നത്. എന്തായിരുന്നു ആ മാർഗനിർദ്ദേശം എന്നുള്ളത് ഞാനിവിടെ വായിക്കാം. KPCC 18/12/2025 പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. ഏതാണ്ട് പ്രധാനപ്പെട്ട 5 നിർദ്ദേശങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട്. അതിലൊന്ന്, അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് തെരഞ്ഞെടുക്കുന്നതിനായി ബന്ധപ്പെട്ട മെമ്പർമാരുടെ യോഗം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റുമാർ അല്ലെങ്കിൽ ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപനത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ആളുകൾ എല്ലാ അംഗങ്ങൾക്കും കത്ത് നൽകി വിളിച്ചു ചേർക്കേണ്ടതാണ്. യോഗത്തിൽ പങ്കെടുത്ത് ഉചിതമായ തീരുമാനമെടുക്കുന്നതിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാർ, DCC ഭാരവാഹികൾ ഉൾപ്പെടെയുള്ള സീനിയർ നേതാക്കളിൽ നിന്ന് 2 വീതം ആളുകളെ നിയോജക മണ്ഡലം തലത്തിൽ ചുമതലപ്പെടുത്തണം. അവരുടെ കൂടെ സാന്നിധ്യത്തിലായിരിക്കണം യോഗം ചേരുന്നത്. 2ാമത്തെ നിർദ്ദേശം നോക്കൂ. അധ്യക്ഷ ഉപാധ്യക്ഷ പദവികളിലേക്ക് ഐക്യകണ്ഠേന സമവായത്തിലൂടെ ഒറ്റ പേരിലെത്താൻ എല്ലാവരുടെയും പരമാവധി പരിശ്രമം ഉണ്ടാകണം. വല്ല കാരണവശാലും എന്നാണ് പറയുന്നത്. അതായത് ഒഴിവാക്കപ്പെടാൻ കഴിയാത്ത സാഹചര്യം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒന്നിലേറെ പേരുകൾ വരുന്ന പക്ഷം അത് ചർച്ചകളിലൂടെ പരിഹരിച്ച് ഒറ്റ പേരിലേക്ക് തീരുമാനം എത്തിക്കുന്നതിലേക്ക് മേൽ കമ്മിറ്റി ഭാരവാഹികളും അംഗങ്ങളും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 3, യോജിച്ച ഒരു പേരിലേക്ക് ഒരു നിലയിലും എത്താൻ കഴിയാത്ത പക്ഷം അംഗങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനം തെരഞ്ഞെടുക്കേണ്ടതാണ്. ഇപ്രകാരമുള്ള അഭിപ്രായത്തിൽ തുല്യത വരുന്ന പക്ഷം ആവശ്യമെങ്കിൽ മാത്രം ടേം നിശ്ചയിക്കാവുന്നതാണ്. എന്നാൽ ഒരു കാരണവശാലും 5 വർഷക്കാലത്തിനിടയിൽ 2ലേറെ ടേമുകൾ, അതായത് അതിന് ബ്രാക്കറ്റ് പറയുന്നുണ്ട്, 2 പേരിൽ കൂടുതൽ ആളുകൾക്ക് പദവി വീതിച്ചു നൽകുന്നത് ഗുണകരമാവില്ല. അത് ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. 4, കോർപ്പറേഷൻ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ ഉപാധ്യക്ഷ സ്ഥാനങ്ങളിലേക്ക് ആളുകളെ നിശ്ചയിക്കുന്നതിൽ
ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികൾ ഇടപെട്ടാണ് തീരുമാനമെടുക്കേണ്ടത്. ബന്ധപ്പെട്ട ചാർജുള്ള നേതാക്കന്മാരുടെ കൂടി പങ്കാളിത്തത്തോടെ വേണം ഇത് ചെയ്യാൻ. യോജിച്ച തീരുമാനമെടുക്കാൻ കഴിയാത്ത പക്ഷം KPCCയുമായി ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതാണ്. അധ്യക്ഷന്മാരെ തെരഞ്ഞെടുക്കുന്ന സമയത്ത് ജയിച്ചു വന്നവരിൽ പാർട്ടിയുടെ സുപ്രധാന സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകണമെന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. മാർഗനിർദ്ദേശങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് 5ാമത് പറയുന്നതാണ്. എന്നാൽ അതിന്റെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും ഒക്കെ തെരഞ്ഞെടുക്കുന്ന ഘട്ടത്തിലേക്ക് സാഹചര്യത്തിലേക്ക് നീങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് ഈ മാർഗനിർദ്ദേശങ്ങൾ മുഴുവൻ കാറ്റിൽ പറത്തി ഒരു കടലാസിന്റെ വില പോലും കോൺഗ്രസിന്റെ KPCCയുടെ ഈ മാർഗനിർദ്ദേശത്തിന് നേതാക്കന്മാരോ തെരഞ്ഞെടുക്കപ്പെട്ടവരോ കൊടുത്തില്ല എന്നുള്ളതാണ് സത്യം. ഈ പദവികൾ തീരുമാനിക്കുന്ന കാര്യത്തിൽ കലാപങ്ങളായിരുന്നു. ഈ പദവികൾ, ഈ മാർഗനിർദ്ദേശം എല്ലാവരുടെയും മുന്നിലിരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ട പദവികൾ തെരഞ്ഞെടുക്കാൻ യോഗ്യരായി നിയോഗിക്കപ്പെട്ട ആളുകളെല്ലാം അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ആളുകളെ കൊണ്ടുവരാൻ ശ്രമിച്ചു. അവിടെ ഗ്രൂപ്പ് വർക്ക് ചെയ്തു, ഉപഗ്രൂപ്പുകൾ വർക്ക് ചെയ്തു. ആളുകളെ ഇഷ്ടമില്ലാത്തവരെ വെട്ടാനും ഇഷ്ടമുള്ളവരെ അവിടെ നിയോഗിക്കാനുമുള്ള വലിയ ശ്രമങ്ങൾ നടന്നു. അതിന്റെ ഫലമോ പിന്നീട് ഒരു നിയന്ത്രണവുമില്ലാത്ത രീതിയിലാണ്, ഒരു മാനദണ്ഡവുമില്ലാത്ത രീതിയിലാണ് അവസാനം അധ്യക്ഷന്മാരെയും ഉപാധ്യക്ഷന്മാരെയും മേയർമാരെയും ഡെപ്യൂട്ടി മേയർമാരെയും എല്ലാം തെരഞ്ഞെടുത്തത്. മാനദണ്ഡത്തിൽ പറഞ്ഞൊരു പ്രധാന കാര്യം എന്താണ്? 2ൽ കൂടുതൽ ആളുകൾ വരുന്ന സാഹചര്യം പൂർണ്ണമായും ഒഴിവാക്കണം. നമുക്കറിയാം, കോൺഗ്രസ് പോലൊരു പാർട്ടിയിൽ തുല്യമായ പദവികളുള്ള, തുല്യമായ സ്ഥാനങ്ങൾ വഹിക്കുന്ന നേതാക്കന്മാരൊക്കെ ജയിച്ചു വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് അനിവാര്യമെങ്കിൽ കൗൺസിലർമാരുടെ തെരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് അംഗങ്ങളുടെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ ആ സ്ഥാനങ്ങൾ നിശ്ചയിക്കുകയും തർക്കമുണ്ടായാൽ അല്ലെങ്കിൽ തുല്യത വന്നാൽ 1ൽ കൂടുതൽ ആളുകളെ, അത് 2 ആളുകൾ, പരമാവധി 2 പേരെ വരെ 2.5 എന്ന നിലയിലേക്ക് ആ പദവികൾ കൊടുക്കാനാണ് KPCC ഉദ്ദേശിച്ചത്. ഒരു കാരണവശാലും 2ൽ കൂടുതൽ ആളുകൾ വരുന്നത് നിരുത്സാഹപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാർഗനിർദ്ദേശമാണ് ഉണ്ടായത്. ഇപ്പോഴോ ചില പഞ്ചായത്തുകളിലൊക്കെ 5 കൊല്ലത്തിനുള്ളിൽ 5 പ്രസിഡന്റും 5 വൈസ് പ്രസിഡന്റും തീരുമാനിച്ചിരിക്കുന്നു. ഈ 6 മാസം കാലാവധി എന്നൊക്കെ പറയുന്നത് ഇതിനു മുമ്പ് പോലും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി, സന്തോഷിപ്പിക്കാൻ വേണ്ടി, ഗ്രൂപ്പുകളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കസേരയുടെ വില പോലും നഷ്ടപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സ്ഥാനമാനങ്ങൾ ഇപ്പോൾ വീതം വെച്ചിരിക്കുന്നത്. വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാട് എന്ന് പറഞ്ഞ പോലെ എല്ലാ നേതാക്കന്മാരും അവസാനം അവരുടെ തോന്നിവാസമാണ് നടപ്പിലാക്കിയത്. KPCCയുടെ സുപ്രധാന പദവിയുള്ള ആളുകൾ, DCCയിലുള്ള ആളുകൾ, യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളായിരുന്ന ആളുകൾ പലരും ഈ KPCC മാനദണ്ഡം വെച്ച് ഞങ്ങൾക്ക് സ്ഥാനം വരും, വലിയ തർക്കമില്ലാത്ത സ്ഥാനങ്ങൾ വരും എന്ന് ഇരുന്ന് കാത്തിരുന്നവരുണ്ട്. ഒരു സ്ഥാനവും ഇല്ലാത്ത ആളുകൾ, അകത്തും സുപ്രധാനമായ പദവിയുള്ള ആളുകൾ പലയിടത്തും ഒഴിവാക്കപ്പെട്ടു. അവിടെ പിന്നെ കടന്നു വന്ന മാനദണ്ഡം എന്തായിരുന്നു? ഗ്രൂപ്പ് താല്പര്യം, സാമുദായിക മത താല്പര്യം, ഇതൊക്കെയാണ് പിന്നീട് നടപ്പിലായത്. പ്രതിപക്ഷ നേതാവ് അടക്കം പറഞ്ഞു, എല്ലാ സ്ഥലത്തും KPCCയുടെ ഒരു റൂൾസ് അനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത്. അത് എവിടെയെങ്കിലും വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അത് തിരുത്തലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പുനഃപരിശോധിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ഇന്ന് എത്ര പഞ്ചായത്തുകളിൽ, എത്ര മുനിസിപ്പാലിറ്റികളിൽ, കോർപ്പറേഷനുകളിൽ, ജില്ലാ പഞ്ചായത്തുകളിൽ ഈ KPCCയുടെ മാർഗനിർദ്ദേശം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി പോകട്ടെ, ചെറിയ വിട്ടുവീഴ്ചകളൊക്കെ പോട്ടെ, ചെറിയ തിരുത്തലുകളോ ചെറിയ മാറ്റങ്ങളൊക്കെ വരട്ടെ. പക്ഷെ പൂർണ്ണമായും KPCCയുടെ മാർഗനിർദ്ദേശം ധിക്കരിച്ചുകൊണ്ടുള്ള തീരുമാനങ്ങളാണ് പല സ്ഥലത്തും എടുത്തത്. ഘടകകക്ഷികൾക്ക് ലഭിച്ചപ്പോൾ അവരും അവരുടെ ഇടയിലും ഇതുപോലെ സമാനമായ തർക്കങ്ങൾ. അവരും എന്ത് ചെയ്തു? ആ 1.5 വർഷവും അല്ലെങ്കിൽ 2 വർഷമൊക്കെ കിട്ടിയത് അവരും വീതം വെച്ചു. ഇപ്പൊ പഞ്ചായത്തുകളിലൊക്കെ 5 കൊല്ലം കഴിയുമ്പോൾ 100 കണക്കിന് മുൻ പ്രസിഡന്റുമാരും 100 കണക്കിന് വൈസ് പ്രസിഡന്റുമാരൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അവസാനം പദവി വീതം വെച്ച് നൽകിയപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഇത് ഒഴിവാക്കാനും ഇതിന്റെ പദവികളുടെ മാന്യത കാത്തുസൂക്ഷിക്കാൻ കഴിയുന്ന മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് അതേ KPCCയെ നോക്കുകുത്തിയാക്കി നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ നേതാക്കന്മാർ, ഉന്നതരായ KPCCയുടെ നേതാക്കന്മാരും DCCയുടെ നേതാക്കന്മാരും ഒക്കെ ഇടപെട്ടിട്ട് ഇതുപോലെ ഒരു വീതമക്കൽ നടത്തിയിരിക്കുന്നത്. എന്തിനാണ് പിന്നെ KPCC ഇത്തരം ഒരു മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചത് എന്നതിന് KPCC തന്നെയാണ് മറുപടി പറയേണ്ടത്. അല്ലെങ്കിൽ KPCCയുടെ മാർഗനിർദ്ദേശം ലംഘിക്കപ്പെട്ട, വലിയ രീതിയിൽ ലംഘിക്കപ്പെട്ട എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും KPCC അന്വേഷണം നടത്തിക്കൊണ്ട് KPCC ഇടപെട്ടുകൊണ്ട് ഇത്തരം വീതം വെപ്പുകളെ മരവിപ്പിക്കാൻ